ബാലൻസ് ഇല്ല ഉണ്ണി. ഓ അവനെ വിളിച്ചട്ടെ, എന്റെ ഫോണില് ബാലൻസ് ഇല്ല, കണക്ട് ആവണില്ല. നീ ഒരു പണി ചെയ്തേ, ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് ഇങ്ങോട്ട്. ഗൂഗിൾ പേ 100 രൂപ ഇങ്ങോട്ട് ഇടാ. എന്റെ പേര് ഈ ഗൂഗിൾ പേ എടുക്കണം, ആദ്യം ബാങ്കിൽ അക്കൗണ്ട് എടുക്കണം. ആ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണം. അക്കൗണ്ട് എടുത്തിട്ടില്ലേ? ഏടുന്നോ 10 പൈസ. ഇരുന്ന് കാണുന്നില്ലേ, ശരീരം കാണുന്നില്ലേ? ഒന്ന് സ്ലിം ബ്യൂട്ടി ആവണം, ജിമ്മിൽ പോണം, പൈസ ഇല്ല. അല്ല ആളോടാ ചോദിച്ചാ. എന്നൊരു പണി, ഞാനേ അവനെ വിളിച്ച് 2 തെറി പറയട്ടെ. നിന്റെ കയ്യില് ബാലൻസ് ഇല്ലേ? എന്തിനീ ഞാൻ പറയണ നമ്പർ ഒന്ന് ഡയൽ ചെയ്തേ. ഓന്റെ ചീത്തയും തല്ലും ഞാൻ പിടിക്കാൻ വേണ്ടിട്ട്. വേണ്ട, പറ്റില്ല. എടാ ഞാനല്ലേ വിളിക്കണ, പിന്നെ എന്തിനാ നിന്നെ തെറി പറയണത്? ഇന്ന് വരെ എന്റെ ഒരു കാര്യത്തിൽ ഞാൻ തല്ലു മേടിച്ചിട്ടാ. എപ്പോ തല്ലു മേടിച്ചത് നിന്റെ കാര്യത്തിലാണ്. രാജേഷ് തച്ചത് മറക്കൂല. ഇത് രാജേഷിനല്ലേ, ഇത് വേറെ തന്നെയാണ്. ഇന്ന് വിളിച്ചിട്ട പരിപാടിയില്ല. മടുത്തു എനക്ക് തല്ലുകൊണ്ടിട്ട്. എന്തിനാ നീ കൂട്ടുകാരൻ പറഞ്ഞ് രാവിലെ ഇവിടെ വന്ന് ചാരി ഇരിക്കണം, ഒരു ഉപകാരത്തിനും പറ്റാതെ? എന്റെ എന്തെങ്കിലും മേടിച്ച് തിന്നാനല്ലാതെ നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല. എത്ര അടി കൊണ്ടുകൂടാ ഞാൻ എനിക്ക് വേണ്ടിട്ട്. അവന് 2 വർത്താനം ചൂടോടെ പറയണോടാ. ഒന്നില്ലേ വിളിച്ച് പറയണോ, അല്ലെ കമന്റ് ഇടണം. ഇതിലാണെ ബാലൻസും. കമന്റ് ഇട്ടോ? ഇതില് കമന്റ് ഇട്ടോ? അത് കുഴപ്പമില്ല, ഫേസ്ബുക്കിലല്ലേ. അത് ഞാനിടൂല. നീ ഇടണേ. അത് പ്രശ്നം. അതെനക്ക് കുഴപ്പമില്ല. എന്റെ ഫേസ്ബുക്ക് എടുത്തുപ്പോ നീ കമന്റ് ഇട്ടോ. നീ ഇടണേ, ഞാൻ ഇടൂല. 2 തെറി അവനെ പറഞ്ഞില്ലെങ്കിലേ എത്ര പണം കൂട്ടോ? പണം ഇല്ല, ചീത്ത ഒറ്റ വിളിച്ചോ, എനക്ക് പ്രശ്നം. ഞാനിപ്പോ ഇതിന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനക്കെന്ത് കുഴപ്പം? നീയല്ലേ ഇടുന്ന എന്റെ ഫേസ്ബുക്ക്. അവന്റെ പോസ്റ്റ് എടുക്കട്ടെ, അതിന്റെ താഴെ തന്നെയാണ് കൊടുക്ക. എടാ നാറി, പരന്നറിയിട്ടോ. നീ കളിക്കുമ്പോൾ ആളും തരവും അറിഞ്ഞ് കളിക്കണം. എടാ ഊളെ, ഇനി മേലിൽ നീ ഇത് ആവർത്തിച്ചാൽ നിന്റെ കാല് പിടിച്ച് വട്ടം കീറി ഞാൻ ഭിത്തിയിലൊട്ടിക്കും കേട്ടോടാ ഡാഷ് മോനെ. സംസ്കാരമില്ലാത്തത് കുറച്ചേ. നീ സംസ്കാരമില്ലാത്തവനാണ് നാട്ടുകാർ പറയും. എന്തെങ്കിലും പറയട്ടെ, ലേറ്റ് ആക്കിയേ. എനിക്ക് മനസ്സിലായി. നല്ല സാധാരണ വിളിക്കുന്ന അത് വിളിച്ചോ. ഓക്കെ, അത് വിട്ടിട്ടുണ്ട്. പോയല്ലേ? അല്ല പിന്നെ നമ്മുടെ കളി. ഇൻസ്റ്റാഗ്രാമിലെ ഈ പെണ്ണിന്റെ ഒരു നമ്പർ കിട്ടുമോ? എന്തിനാണ്? അത് അച്ഛന്റെ വകയിലൊരു പെങ്ങളാണ്. എന്റെ സങ്കല്പത്തിൽ പെണ്ണ് ഇതാണ് കേട്ടാ. അവർക്ക് ഒരുപാട് വയസ്സുണ്ടാ. അതല്ല, സുഖല്ലേ? സുഖം. എന്താ വഴിക്ക്? ഇല്ല, ഞങ്ങള് ഒരു കല്യാണത്തിന് പോയിട്ട് വന്ന വഴിയാ. നന്നായി നന്നായി. അച്ഛനകത്തുണ്ട്. എന്താ? അല്ല, നിനക്ക് ഏതാണ്ട് ലിസ്റ്റിൽ പേര് വന്ന് ജോലിക്കെന്നൊക്കെ പറഞ്ഞ്. അത് ഇന്റർവ്യൂ കഴിഞ്ഞ് ഇനി അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്താ മതിയല്ലേ? ലക്ഷ്മി ഇപ്പൊ എന്ത് ചെയ്യണ്? ഞാനിപ്പോ കോഴ്സ് കഴിയാറായി. അവക്കെ ഒരു പരീക്ഷയും കൂടി ഉണ്ട്, അത് എഴുതണം. സുഹൃത്താണ്. പുണ്യപ്പുറത്തുള്ള ചെല്ലി ചെല്ലി. അച്ഛനകത്തുണ്ട്. സുഖദേട്ടാ, എന്താടാ സങ്കല്പം ഇതാ പെണ്ണ്? നമുക്ക് നോക്കിയാലോ? അമ്മായിയാ? അമ്മയുടെ കെട്ടിയാ മരിച്ചു പോയത്. മറ്റേ ചെറുതാ നിനക്കാ? എടാ, അവള് ഡോക്ടറാകാൻ പഠിക്കാണ്. സ്കൂളിൽ പോകാത്ത നിനക്ക് എങ്ങനെ അവളാലോചിക്കണം? അവർ പഠിച്ചോട്ടെ. അതിനൊക്കെ ആഗ്രഹിക്കാൻ സമയത്തൊന്ന് പല്ലെങ്കിലും തേക്കാൻ നോക്ക്. ഉമ്മ തന്നിട്ട് തയ്ക്കാൻ പറ്റണല്ലോ, ആലോചിക്കാൻ നടക്കണം. അതെ, എനിക്കൊരു ജോലിയിൽ കയറിയിട്ട് വേണം അവളൊന്ന് ആലോചിക്കാനെന്ന് ഓർത്താ ഞാൻ നിക്കണ. നീ പോയിക്കോ. എന്നാ ഞാൻ പോയിക്കോ, വീട്ടിൽ പോടാ. ഞാൻ പോകില്ല. പിന്നെ നീ ഇവിടെ എന്തിനാ ഇരിക്കണ? വീടിന് ഉച്ചക്കത്തെ ചോറും കിട്ടും. ചോറൊന്നുമില്ല ഇവിടെ നിന്ന്, വിരുന്നുകാരൊക്കെ ഉള്ളതാണ്. ചെല്ലി നീ. ദുഷ്ടനാട്ടാ. പട്ടിച്ചെറ്റ കഴുത നായി ഉണ്ണി, നീയിട്ട കമന്റിനെതിരെ എന്നെ ചീത്ത വിളിക്കുന്നത്. എടാ, അതിപ്പോ നീ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കണ്ടെന്ന് അവരറിയണ്ടാവും. അതെങ്ങനെ? എടാ, എല്ലാം ഏയല്ലേ, നമ്മളെ ട്രാക്ക് ചെയ്യണ്ടാവുമാര്. അയ്യോ, വീണ്ടും വന്നു. എടാ മാറ്റടത്, അവസാനം രാത്രി എല്ലാം കൂടി വായിക്കാല്ല. ഇപ്പൊ എന്താ പരിപാടി? പഠിത്തം കഴിഞ്ഞാ? പഠിത്തം കഴിഞ്ഞാ കല്യാണം കല്യാണ പ്രായക്കായി. പിന്നെ കല്യാണം നോക്കാണ് സുഖദേട്ടാ. വേണം. അതെന്താ അറിയോ? ഒരു 6 മാസത്തിനുള്ളിൽ നടത്തണം. ജാതകത്തിൽ അങ്ങനെ. അതെ, 29 വയസ്സ് കഴിയണം അല്ലെങ്കിലേ. അയ്യോ, അത്ര നീട്ടിക്കൊണ്ടൊന്നും വേണ്ടത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, നമുക്ക് ഇപ്പഴേ അങ്ങോട്ട് ആലോചിക്കാം, എന്നിട്ട് ആ പരീക്ഷ കഴിയുമ്പോ അങ്ങോട്ട് നടത്താം. അല്ല, ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ?
ഞാൻ അച്ഛനമ്മ ആരാണ് പറയണ അയാളെ? അത് നന്നായി. അല്ല ഇപ്പോഴത്തെ കാലാണ് ഇപ്പൊ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ചെയ്യാ, അത് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നുമില്ല. നന്നായി. അങ്ങനത്തെ കുട്ടികളെ ഈ കാലത്ത് കിട്ടുക അല്ല ഇപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമായ ഒരാളെ കണ്ടുപിടിക്കല്. എന്തായാലും കണ്ടുപിടിച്ച അത്രയും പെട്ടെന്ന് കെട്ടിച്ചോറിനവളെ. അതെ അതെ. അത് ഫ്രണ്ട്സ് മറ്റേ എക്സാമിന്റെ കാര്യം. വൈകുന്നേരം വരാൻ പറയും. ഹലോ. ആ പിള്ളേരൊക്കെ വരും വീട്ടിൽ പഠിക്കാനേ, അവര് വിളിക്കണതാ. അല്ല മണ്ടുവോ, നമുക്കേ ലക്ഷ്മീനെ എന്റെ പ്യാരിക്കൊന്ന് ആലോചിച്ചാലോ? ആർക്ക്? അല്ല സുഖമായിട്ട് അവന് ജോലി എന്തെങ്കിലും ആവണ്ടേ? അവനോ? അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ട്. പഠിത്തം തന്നെ അവന് സർക്കാർ ജോലി കിട്ടും. അത് പറഞ്ഞു. അല്ല എന്താ സുഖമായിട്ട് വേറൊന്നും അല്ല, ഈ കാലത്തൊരു ജോലി ജോലി ഇല്ലാണ്ട് നടക്കില്ല, ഒന്നും നടക്കില്ല. അതാണ്. പിന്നെ അവളുടെ പഠിപ്പൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അവക്ക്. അല്ല ആലോചനകൾ നടന്നോട്ടെ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ല ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പകല അവളൊരു മുറപ്പെണ്ണാണല്ലോ എന്റെ. അതെ, നമുക്ക് ആലോചിക്കാം. എന്താടാ നിന്റെ പേര്? സുധി. സുധി. ഇതെന്തരിത്? ഇതെന്താടാ 20 ഒപ്പ് 20 രീതിയിൽ? ആദ്യത്തെ ഒന്ന് ഷൂ എന്ന് വരച്ചിട്ടുണ്ട്, അതിനകത്ത് പിന്നെ ഒരു ചിഹ്നം കൂടെ ഷൗ നാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു വള്ളി താഴോട്ടിട്ട് ഷീന്ന് ഇട്ടേക്കണേ. ഇതെന്താ 20 ഒപ്പ് 20 രീതിയിൽ? ഇത് മനുഷ്യനെ വിടങ്ങേറാക്കല്ലോ കേട്ടാ. അവനെ കൊണ്ട് നീ ഒരു കാര്യം ചെയ്യാം, മഷി കുത്തിയിട്ട് വിരൽ വെപ്പിക്ക്. പൈസ അടയ്ക്കാതെ പിന്നെ നമ്മൾ അവന്റെ പുറകെ അടക്കേണ്ടി വരും. എന്താണ് ഒരേ വിരൽ കുത്തി അങ്ങോട്ട് 20 പേപ്പറിൽ വിരൽ കുത്തിക്ക്. ആ എല്ലാത്തിനും വെപ്പിക്ക്. എല്ലാത്തിലും വേണോ? അങ്ങോട്ട് വെയുടെ പൈസ വേണോ നിനക്ക്? അങ്ങോട്ട് വെക്കി. എന്തായാലും കായ്ക്ക് അത്യാവശ്യം. അത് ഞാൻ എന്റെ ഒരു കൂട്ടുകാരി പ്രേമത്തില് അറിയാമോ? അപ്പം ഓളെ പുരക്കാറ് വലിയ പൈസക്കാരാ. എനിക്ക് അങ്ങനെ പൈസ ഒന്നുമില്ല. അപ്പം പുരക്കാരെന്തായാലും കഴിച്ചു തരൂല കല്യാണമായിട്ട്. അങ്ങനെ ആകുമ്പോ നമ്മൾ ഒളിച്ചോടേണ്ടി വരും. ഒളിച്ചോളൂ. ഇവിടുന്ന് കായ് എടുത്തോണ്ട് നീ ഒളിച്ചോടാൻ പോണം. പിന്നെ ഇവിടുന്ന് പൈസ ആരുടെ തിരിച്ചടയ്ക്കണത്? ആരും തിരിച്ചടിക്കുക? അത് ഞാൻ അടക്കും. എങ്ങനെ? ഇപ്പൊ എന്തായാലും നമ്മള് കല്യാണം കഴിച്ചാലേ ഒക്കെ പള്ളലാവുമല്ലോ. കുഞ്ഞിനായിക്കഴിഞ്ഞാൽ എന്തായാലും പുരക്കാറാകുമ്പോഴൊരു കോംപ്രമൈസിലെത്തിരി ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ. അപ്പൊ വയറ്റിലായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് ഉറപ്പില്ല. എങ്ങനെ ആവൂന്ന് പറഞ്ഞ പലരും ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ തേരാപ്പാര നടക്കണം. ആവൂന്നും പറഞ്ഞുകൊണ്ട്. അല്ല എന്താ പങ്ക് ഇത്ര ഉറപ്പ്? ഒരിക്കലായിക്ക് ഒരു പ്രാവശ്യം ആയിട്ടുണ്ട്. പിന്നെ കായ് കൊടുക്കാം, കുഴപ്പമില്ല. ബാക്കി പേപ്പറുകൾ ഒപ്പിടി. പിന്നെ ഒരു കാര്യം, 6 മാസത്തിനുള്ളില് കായകൾ തിരിച്ചടച്ച് നിന്റെ വണ്ടിയുടെ RC ബുക്ക് ഇവിടുന്ന് എടുത്തോണ്ട് പൊയ്ക്കോളണം. അത് കഴിഞ്ഞ് മുടക്കം വന്നാ നിന്റെ വണ്ടി എന്റെ പേരിലിരിക്കും. എന്റെ പേരിലാക്കാന്നുള്ള എന്റെ പേപ്പറാണ് നീ ഇപ്പൊ ഒപ്പിട്ടോണ്ടിരിക്കുന്നത്. അത് മറക്കണ്ട. കൊണ്ടുവാ. തലയെ തുടക്കണേ. എല്ലാത്തിലും ഇട്ടാടേ മൊയ്തു? 62 ഇട്ടല്ല? ശരി. നിന്റെ നമ്പർ ഇതിൽ എഴുതിക്കണേ എന്നെ. അവളെ തന്നെ നിന്റെ ഗൂഗിൾ പേ നമ്പർ ഇത് തന്നെ എഴുതിക്കണ എന്നെ. അത് ആവർന്ന് പറ ഇങ്ങോട്ട്. ഇവനൊക്കെ എങ്ങനെയാ ഒരു പെണ്ണിനെ പോറ്റണത് എനിക്ക് ഉറപ്പില്ല. തോന്നുന്നില്ല. അപ്പേ ചെല്ല 25,000 ആണ്. അതിൽ നമ്മൾ ഇവിടുത്തെ ഇതിന്റെ മെനക്കെട് എല്ലാം കൂടി ഒരു ചെറിയ ചെലവുണ്ട്. ഒരു 750 രൂപ പോയിട്ട് 24,250 രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇടയാണ്. ഒച്ചേക്കണ വണ്ടിയിലാ? എന്നാ എടുത്ത് നോക്കിയോ. കായ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ കുഴപ്പക്കാരനാണ്. ഇവന്റെ വിരളടയാളങ്ങൾ പോലും വ്യത്യാസം പോലെ എനിക്ക് തോന്നണം. സാറേ എന്ത് അപ്പീൾ എന്ത് വന്നെന്ത്? നമ്മൾക്ക് കുറച്ച് പൈസ വേണം സാറേ. പിരിവ് പരിപാടി ഇല്ല, നിർത്തി. ഞാൻ പിരിവ് കൊടുക്കൽ നിർത്തി. അയ്യോ പിരിവല്ല സാറേ, പിന്നെ കുറച്ച് പൈസ കടായിട്ട് വേണം. എനിക്കാണ് സാർ. ഇവിടെ മുമ്പ് 4 ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. ആരും തിരിച്ചെടുത്തില്ല കേട്ടോ. അവന്മാർക്കൊക്കെ കടലാസുകൾ അയച്ചു വിടുന്നു. എന്നിട്ട് ഓരോരുത്തനെ വീണ്ടും കേട്ടിട്ടില്ല. കടലാസുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫയലുകൾ. എന്റെ സാറേ അതുപോലത്തെ ആളെ അല്ല, ഇത് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നേരത്തെ പറയണ്ടേ? ഏത് ഡിപ്പാർട്ട്മെന്റില്? ഡിപ്പാർട്ട്മെന്റ് ആയില്ല, നിയമനം കിട്ടണേ ഉള്ളൂ. ഉടനെ ജോയിൻ ചെയ്യും. ആദ്യത്തെ ശമ്പളത്തിരുത്ത് തന്നെ ഞാനിത് അങ്ങോട്ട് അടച്ചു തീർത്തോളാം. ആയില്ല? ഇല്ല, അവൻ പോണേ ഉള്ളൂ. ഇല്ല, ആവും, ഉറപ്പാണ്. അപ്പൊ ഇച്ചിരി കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ബാധ്യതകളൊക്കെ
ഒക്കെ തീർത്ത് നിന്നാല് പിന്നെ ശമ്പളം കിട്ടണത് നമ്മൾ അടച്ചു തീർത്താൽ മതിയല്ലോ. അങ്ങനെ മുൻകൂർ അല്ലേ ഒരു കരുതല് അല്ലേ? അപ്പൊ ഉണ്ണി പറഞ്ഞൂടെ മനോജ് സാറിന് വന്ന് കണ്ട ആവശ്യത്തിന് ഉണ്ണി പറഞ്ഞ പൈസ ഉടനെ എടുത്ത് കൊടുക്കാൻ ഞാൻ ഇവിടെ ഇരിക്കില്ല, കൊടുത്തേക്കാൻ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണേ. ഒരു കാര്യം പറയാ, നിനക്ക് സർക്കാർ ജോലി കിട്ടി, നീ അവിടെ മറ്റേ ശമ്പളം കടലാസം ഉണ്ടല്ലോ അതുമായിട്ട് വാ, അപ്പൊ ഞാൻ കൈ തരാം. അല്ല സാറേ അത് ഉറപ്പാണ്. ചിലക്കളി ഇവിടുത്തെ രീതികള് ഒന്നില് വണ്ടിയുടെ RC ബുക്ക്, അല്ലെങ്കിൽ വസ്തുവിന്റെ RC ബുക്ക്, അതല്ലെങ്കിൽ എടേ വസ്തുവിന്റെ പ്രമാണം പറയണ RC ആധാരോ അല്ലെങ്കിൽ പിന്നെ സ്വർണ്ണ പണയം. ഈ 3 രീതിയിലാണ് ഇവിടെ കൈകൾ കൊടുക്കുന്നത്. സാറ് പറഞ്ഞിട്ടില്ലേ ശമ്പള സർട്ടിഫിക്കറ്റ് വന്ന കൈ ഇട്ടു, അത് മതി. അല്ല മനോജ് സാറേ, ഈ ഭൂമി ആകാശവും സകല ജീവജാലങ്ങൾക്കും ഇല്ലേ അല്ലേ? അതിലൊരു ജീവജാലം ഇല്ലേ സാറേ ഇപ്പൊ ഞാൻ. അതുകൊണ്ട് ഈ ഭൂമിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വീടാറ്റി കാണാം. ഭൂമി ആരും കൊണ്ടുപോയില്ലല്ലോ, നാടന്നെ ഉണ്ടാവും, വീടേ പോകില്ല ഭൂമി. എന്നാ പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് നിന്റെ തള്ളയെടുത്ത് പറഞ്ഞിട്ട് കുറച്ച് കായ് കൊടുക്കും. ശരി പേപ്പറൊക്കെ ആയിട്ട് വരാം. പോയിട്ടോ, അവന് മനസ്സിലായി, നിനക്ക് മനസ്സിലായില്ല, പൊക്കോ. എല്ലേ പറഞ്ഞ നീ പറഞ്ഞ ആവശ്യത്തിന് പൈസ തരുന്നു, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. കഷ്ടം, അവന് ജോലി കിട്ടിയില്ല, അതിനിപ്പോ അവൻ കടം വാങ്ങിക്കാൻ നടക്കണം. അപ്പൊ ഇവൻ ജോലി കിട്ടി എന്തായിരിക്കും അവന്റെ സ്ഥിതി? ആ കൂടൊന്നുമില്ല, മുടി നീട്ടിയായി ഉടായിപ്പാട്ടോ. അവൻ ഉടായിപ്പല്ല, ഉടായിപ്പിന് അച്ചാരം കൊടുത്തവനാണ്, ഭൂലോക ഉടായിപ്പ്. സൊസൈറ്റിയിൽ പരസ്പര ജാമ്യത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ 50 രൂപ. അപ്പൊ 2000 കിട്ടിയാലേ എന്നെ പഠിപ്പിക്കാൻ തന്നെ മൂപ്പര് കുറെ പൈസ ഉണ്ടാക്കി. വെറുതെ കുറിയും തൊട്ടിരിക്കേണ്ട ഒരു മാറിക്കൊറാ. അവിടെ അങ്ങോട്ട് കയറാൻ വയ്യ. അതെ, ഒരു ചന്ദനത്തിരി തന്ന പോലെ. 20 രൂപ അത് മതി. ഞാൻ ഈ മോന്റെയാണ് നേരത്തെ കത്തി, ആ നേരത്തെ ഓർമ്മ വരുള്ളൂ. നമ്മളെ ലത്തിക്കും ബീച്ചും ഒക്കെ ഇപ്രാവശ്യം ഹജ്ജിന് വന്നാണല്ലോ. അതുകൊണ്ട് ലത്തിക്ക് കിട്ടി, ലത്തിക്കും ഭാര്യക്കും കിട്ടി. എനിക്ക് കിട്ടിയില്ലടോ പ്രാവശ്യം, കിട്ടിയില്ല. കായൊക്കെ റെഡിയാക്കി വെച്ചാ പറഞ്ഞത്, അതൊക്കെ ഒരു ഭാഗ്യാണ്. പടച്ചോന്റെ വീടില്ലാത്തവർക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. എനിക്ക് ജോലി കിട്ടിയേട്ടാ. അതെ, അൽഹംദുലില്ലാ, പടച്ചോൻ കാത്ത്. എവിടെ? SWTDയിലാണ്, ജലഗതാഗത വകുപ്പില്ലേ, റാങ്ക് ലിസ്റ്റിലുണ്ടായില്ല. അതിപ്പോ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വിളിച്ചു, 4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണം. അതെ, രക്ഷപ്പെട്ട് പടച്ചോൻ കാത്ത്. അപ്പൊ ഇത്തവണ പോണില്ല അല്ലേ? ഒക്കെ റെഡി ആയതാണ്, പിന്നെ അവസാനം ഇപ്പൊ കിട്ടിയില്ല. ഞാനേ ഇപ്പൊ ഈ 3-4 ദിവസം കഴിയുമ്പോ ജോയിൻ ചെയ്യണമല്ല. അപ്പൊ ഈ വെറുതെ നടന്നപ്പോ ഒരു ചെറിയ അല്ലറ ബാധ്യതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കണ്, ആകെ പ്രശ്നം. ശമ്പളം കിട്ടി അങ്ങനെ തരാ പറയണോ? പറഞ്ഞേ, പക്ഷെ അത് കേൾക്കണ്ടേ. പക്ഷെ ഇതൊക്കെ കൊടുത്തൊന്ന് സമാധാനമൊക്കെ ഫ്രഷ് ആയിട്ട് പോയാലേ ഓരോരുത്തർ കടം കൂടിയ മതിയല്ല. അപ്പൊ അതിനൊരു 1 ലക്ഷം രൂപ ഞാനൊന്ന് ആരോടെങ്കിലും ഒന്ന് തിരിമറിക്കാൻ അന്വേഷിച്ച് കിടക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ചോദിച്ചവരൊക്കെ മുടക്കാ പറയണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഒരു വണ്ടി ഒന്ന് മാറ്റണം, ഇച്ചിരി സെറ്റപ്പ് ആയിട്ടൊക്കെ വേണം ചെല്ലാനേ. അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ വില വെക്കൂല. അതൊക്കെ ശരിയാ. ഇപ്പൊ ഈ ഹജ്ജിന് ഇനി അടുത്ത കൊല്ലല്ലേ പോവുള്ളൂ. ഇനിയിപ്പൊ അടുത്ത കൊല്ലം പോണം എങ്ങനെയെങ്കിലും അതൊക്കെ എത്തണം. പടച്ചോൻ കാത്തൊന്ന് കിട്ടിയാ മതി. അപ്പൊ അതിന് വെച്ചാണ് ആ ഫണ്ട് ഒന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാനൊരു 5 മാസം കൊണ്ട് തിരിച്ചറിയ 20 രൂപ വെച്ച് തരാറുന്നു മാസം. പുറത്താരോടും ചോദിക്കണ്ടല്ല. അതിപ്പോ എന്നൊക്കെ എനിക്ക് തരാൻ പറ്റാ? എനിക്ക് നാളെ കിട്ടിയ നാളെ, ഇന്ന് കിട്ടിയ നാളെ. ഇപ്പൊ എന്നാ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നീയല്ലല്ലോ, ഞാനല്ലേ വാങ്ങണത്. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. നിന്റെ പോലെ വെറുതെ വീടിയറാത്ത് ചണക്ക് വെച്ചിരിക്കല്ല ഞാൻ. ഇതിപ്പോ 10-60,000 രൂപ വെച്ച് മാസം കിട്ടുമല്ലോ. അപ്പൊ അതിന്ന് ഒരു 20 രൂപ വെച്ച് 5 മാസം തന്നാ കടം തീർന്നില്ലേ? ഞാൻ ശമ്പളം കിട്ടുന്ന വഴി കോയക്കട വീടിന് മുമ്പിൽ വന്നത് തന്നിട്ടല്ലേ വീട്ടിലോട്ട് പോകും. ഞാൻ തരാം. എന്നാ ഞാൻ അതിനായിട്ട് വേറെ അലയണ്ട. സൂതന്റെ കുട്ടിയല്ലേ? അതെ, എനിക്ക് പുറത്താരോടും തലമാന്തണ്ടല്ലോ. നല്ലൊരു കാര്യത്തിന് അച്ഛന്റെ സുഹൃത്തുല്ലേ? എന്നാ ശരി, എന്നാ വെച്ചാൽ അങ്ങോട്ട് വന്നാൽ ഞാൻ വന്നേക്കാം. ഞാൻ തരണ്ട്. സ്വരൂപേ സ്വരൂപേ വേണ്ട കേട്ടാ, കോയക്ക തന്നോളും. മറ്റുള്ളവരോട് ചോദിക്കണ്ട. ഞാൻ തരാം. ഒരു വലിയ കാര്യം നടന്നു. നീ എന്താ ഇതിന്റെ ഇടയ്ക്ക് ഇളക്കണത്? നമ്മ കടം മേടിച്ചിട്ട് ആർക്കും തിരിച്ചു. നമ്മ കടം എന്ന് പറഞ്ഞാൽ അതെന്റെ അച്ഛന്റെ കൂട്ടുകാരൻ, എനിക്ക് അവകാശപ്പെട്ടതാണ്. അതാണ് പുള്ളി തരാന്ന് പറഞ്ഞത്. ദൂരം മക്കയിൽ പോകേണ്ട ആളാണ്. മക്കയിലൊക്കെ പോവും. ഞാൻ ആലോചിച്ച് നോക്കാണേ,
ഓനക്ക് ജോലി കിട്ടിയ സമയത്ത് വാങ്ങിയ കായ. അത് കഴിഞ്ഞ ഓന്റെ കല്യാണവും കഴിഞ്ഞ് ഓന്റെ ഭാര്യ ഗർഭിണിയായി. ഇപ്പോഴും എന്റെ കഴിയിട്ടില്ല. അല്ല ഇനിയിപ്പോ കിട്ടിയിട്ടും കാര്യമില്ല. കായൊക്കെ കൊടുത്ത് ഏൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞതിന്റെ സുഹൃത. അടുത്ത കൊണ്ടെങ്കിലും ഹജ്ജിന് പോകാൻ പറ്റുമോ? അവന് ലക്ഷ്മീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണേ. വന്നിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അല്ല ഇപ്പൊ എന്താ ചെയ്യാ? ആരീന്റെ പൈസ വിട്ടിട്ട് ഹജ്ജിന് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ തന്നെ ഒരുപാട് കടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താകണ്ട് ഞാനിപ്പോ അത് വിട്ടു. ഈ സർക്കാർ ജോലി കിട്ടിയതപ്പോ പ്രശ്നമായി. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം പിടുത്തം കഴിഞ്ഞിട്ട് തുച്ഛമായിട്ടുള്ള പൈസ കുടുംബത്തിൽ കിട്ടണല്ലേ. 10-12 EMI ഉണ്ട്. പിന്നെ ഒരാവശ്യമില്ലാണ്ട് കാർ എടുത്തിട്ട് അതിനൊരടവ്. കല്യാണം ആർഭാടായി നടത്തണമെന്നും പറഞ്ഞിട്ട് കല്യാണം നടത്താൻ ഒരു 10 ലക്ഷം. കല്യാണം കഴിച്ചിട്ട് അവളായിട്ട് വീട്ടിൽ വന്നപ്പോഴോ സൗകര്യം പോരാന്നും പറഞ്ഞിട്ട് അടുക്കള കുത്തി പൊളിച്ചിട്ട് ഒരു 6 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് വീണ്ടും ഒരു വീടിന്റെ പണി. എല്ലാ ആവശ്യമുണ്ടാ. അവരുണ്ട്. അല്ല ഓന്റെ കാറോ? കാറ് അടവ് തെറ്റിയിട്ട് ഫൈനാൻസുകാർ പിടിച്ചോണ്ടില്ലേ? അതുകൊണ്ടാ? അപ്പൊ അതറിഞ്ഞില്ലേ? ഇല്ല. എന്നാ ആശ്വാസമായി. പോയത് കാര്യേ പോയ എന്നെ കാണാൻ വേണ്ടി വന്നതാ. കാശിന്റെ ചിന്റെ മോഹം നശിപ്പിച്ച കളഞ്ഞല്ലേ പൊന്നാല പ്യാരി. ഹജ്ജിന് പോവാൻ കാശ് കൊടുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പൊ അടുത്ത കൊല്ലേ പോവാൻ പറ്റൂ. ഒന്നും മനഃപൂർവ്വമല്ല പോയേക്ക. സമയത്തൊന്ന് പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ ഹജ്ജിന് പോണതിന് മുമ്പ് ഞാനിത് തീർത്ത് തന്നോളാം. ഇത് വാക്ക് മാറില്ല. മോള് ഡോക്ടറെ കണ്ട? കണ്ടു. എന്താ പറഞ്ഞ്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാ പറഞ്ഞേ. അപ്പൊ കുറച്ച് പൈസ നമ്മള് നേരത്തെ കരുതി വെക്കേണ്ടി വരും. വലിയ സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ. വലിയ ഹോസ്പിറ്റലേ പറ്റൂ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകാൻ പറഞ്ഞാൽ കേക്കണ്ട. ഇനിയിപ്പൊ അതിന് കാശ് എവിടുന്ന് കരുത് കോയക്ക. ഇപ്പൊ അടുത്ത തവണ ഹജ്ജിന് പോകാൻ പറ്റിയേക്കണ കുറച്ച് ഫണ്ട് ഉണ്ടാവുമല്ലോ. അതിൽ നിന്നൊരു 2 ലക്ഷം രൂപയും കൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒന്നിച്ച് തരാം അടുത്ത തവണ. ഇപ്പൊ എന്നോട് ഈ ചോദിച്ച കാര്യം ഉണ്ടല്ലോ, ഇത് അന്ന് എന്നോട് കാശ് ചോദിക്കുമ്പോ ഞാൻ അന്നോട് പറയേണ്ട ഒരു കാര്യമായിരുന്നു. ഹജ്ജിന് പോയിട്ട് എനിക്ക് കൈ തരാന്ന്. അത് ഞാൻ ചെയ്തില്ല. അതിന്റെ ഇടങ്ങറാണ് അപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.